ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടം 19ാമത്തെ ഞായറാഴ്ച തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 41 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങളാണ്. ആണ്ടുവട്ടം 17ാമത്തെ ഞായറാഴ്ച മുതൽ 21ാമത്തെ ഞായറാഴ്ച വരെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നുള്ള തിരുവചനങ്ങളാണ്. ഈ ഓരോ ആഴ്ചയും കടക്കും തോറും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഒരു ആത്മീയതയുടെ അവരോഹണമാണ് നമ്മൾ കാണുന്നത്. ഈശോ കേവലം അപ്പം വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് അപ്പം വർധനവിലൂടെ നിത്യജീവനിലേക്കുള്ള അപ്പം അന്വേഷിക്കുവാനായിട്ട് പറഞ്ഞിട്ട് പിന്നീട് താനാണ് ജീവന്റെ അപ്പമെന്നും താനാകുന്ന ജീവന്റെ അപ്പമെന്ന് പറയുന്നത് തൻ്റെ ശരീരം തന്നെയാണെന്നും പറയുന്ന സുവിശേഷ ഭാഗത്തിലേക്ക് ഈ 3ാമത്തെ ഞായറാഴ്ച, പ്രത്യേകിച്ച് ഈ യോഹന്നാന്റെ സുവിശേഷം ധ്യാനിക്കുന്നതിൽ 3ാമത്തെ ഞായറാഴ്ച നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ ഈശോ പറയുന്നു, ഞാനാണ് ജീവന്റെ അപ്പം. ഈശോയാകുന്ന ജീവന്റെ അപ്പം ഭക്ഷിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. ഇനി ഇത് സ്വീകരിക്കണമെങ്കിൽ ഈശോ തന്നെ, പിതാവായ ദൈവം തന്നെ ഈ ഒരു നിത്യജീവനിലേക്ക് ഓരോ വ്യക്തിയെയും ആകർഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കടന്നു വന്ന് ഈശോയെ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ്. അങ്ങനെ നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്ന ജീവന്റെ അപ്പമായിട്ട് ദിവ്യകാരുണ്യം മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിനത്തിൽ ഈ വചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അതിന് കരുത്തു പകരുവാനായിട്ട് 1ാമത്തെ വായന എടുത്തിരിക്കുന്നത് ഏലിയാ പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. അവിടെ ഏലിയാ പ്രവാചകൻ പ്രാണരക്ഷാർത്ഥം ഓടി തളർന്ന് രാത്രി കിടന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത്, ഇനി മരിച്ചാൽ മതി, തന്നെ കൊന്നുകൊള്ളുക. കാരണം അത്രമാത്രം മാനസിക ശാരീരിക വ്യതകളിലൂടെ ഇദ്ദേഹം കടന്നു പോകുന്നുണ്ട്. അങ്ങനെ കടന്നു പോകുന്ന ഏലിയാ പ്രവാചകൻ മരണത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും വെള്ളവും നൽകിക്കൊണ്ട് 40 ദിനരാത്രങ്ങൾ യാത്ര ചെയ്യുവാനായിട്ടുള്ള കരുത്ത് നൽകുകയാണ്. ഇനി ഈശോ ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഈശോ പറയുന്നുണ്ട് മോശയ്ക്ക് നൽകപ്പെട്ട മന്നയെക്കുറിച്ച്, അല്ലെങ്കിൽ മോശയിലൂടെ പിതാവായ ദൈവം നൽകിയ മന്നയെക്കുറിച്ച്. ഇസ്രായേൽ ജനത്തിന് 40 വർഷങ്ങൾ യാത്ര ചെയ്യുവാനായിട്ടുള്ള കരുത്താണ് മന്ന നൽകിയത്. ഇനി ഏലിയാ പ്രവാചകനാകട്ടെ 40 ദിനരാത്രങ്ങൾ യാത്ര ചെയ്യുവാനുള്ള കരുത്താണ് ദൈവമൊരുക്കിയ ആ അപ്പം നൽകിയത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളും ഓരോരുത്തരും നിത്യജീവനിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഈ ഭൂമിയിലൂടെയുള്ള യാത്ര നിത്യജീവനിലേക്കുള്ളൊരു യാത്രയാണ്. ആ നിത്യജീവനിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ദൈവം നമുക്ക് നൽകുന്ന വലിയ വിരുന്നാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന ഭക്തിയോടുകൂടെ സ്വീകരിച്ച് ഈശോയെ രുചിച്ചറിയുമ്പോൾ നമുക്കും തീർച്ചയായിട്ടും എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നത് ഈ നിത്യജീവനിലേക്ക് തന്നെയാണ്. അങ്ങനെ കേവലം ഒരു അപ്പം വർധനവിൽ നിന്ന് അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ട് ഈശോയാകുന്ന നിത്യജീവനാകുന്ന ജീവന്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിച്ച് അത് സ്വന്തമാക്കിക്കൊണ്ട് നിത്യജീവനിൽ എത്തിച്ചേരുവാനായിട്ട് ഈ ആണ്ടുവട്ടത്തിലെ 19ാമത്തെ ഞായറാഴ്ച നമ്മളോട് പറഞ്ഞു തരികയാണ്. അതിനാൽ നമുക്ക് നിത്യജീവന്റെ അപ്പമായ വിശുദ്ധ കുർബാനയെ അത്രമാത്രം സ്നേഹത്തോടുകൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. അത് നമ്മളെ തീർച്ചയായിട്ടും രൂപാന്തരപ്പെടുത്തും. നിത്യജീവന് നമ്മളും എല്ലാവരും അവകാശികളായിത്തീരും. ഈ ദിനങ്ങളിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയുമായിട്ട് സംബന്ധിച്ചുള്ള. അതൊക്കെ കേൾക്കുമ്പോൾ എന്തു തന്നെ ജനങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ, പക്ഷേ അതിനെ സഭ അംഗീകരിക്കുന്ന ഒരു സമയമൊക്കെയുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ സാധാരണ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളൊക്കെ വിശ്വസിച്ചു പോകുന്ന ഒരു കാര്യം, എത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു, എത്രമാത്രം ദിവ്യകാരുണ്യത്തിലൂടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സഭ അംഗീകരിച്ചിട്ടുമുണ്ട്. ഇനി കാർലോ അക്വിറ്റസ് എന്ന് പറയുന്ന ഈ വിശുദ്ധനാകാൻ പോകുന്ന ഈ യുവാവ്, അദ്ദേഹം ചെയ്തിരുന്നൊരു പ്രവൃത്തി എന്നത് തന്നെ അദ്ദേഹം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു. ആ വെബ്സൈറ്റിലൂടെ നിങ്ങൾ കടന്നു പോയാൽ ഭാരതീയരെന്ന നിലയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഭാരതത്തിൽ നടന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ആ സഭ അംഗീകരിച്ച ഒരു ദിവ്യകാരുണ്യ അത്ഭുതം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. നമ്മളുടെ വിശ്വാസത്തോടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണങ്ങൾ,
നമ്മളെ അങ്ങനെയുള്ള ചില കാഴ്ചകളിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ദിവ്യകാരുണ്യം ഈശോയുടെ തിരുശരീര രക്തങ്ങളായിട്ട് നമുക്ക് കാണുന്ന രീതിയിലേക്ക് മാറിയിട്ട് വിശ്വസിക്കുന്ന വ്യക്തികളല്ല. അത് മാറാതെ തന്നെ ഇങ്ങനെ കേവലം ഒരു അപ്പത്തിൻ്റെ രൂപത്തിലായിരിക്കുമ്പോൾ തന്നെ അതിൽ ഈശോ സജീവമായിട്ട് സത്യമായിട്ട് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഇനി ആ ഒരു വിശ്വാസത്തെ ഈശോ നമ്മളുടെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും വിശ്വാസ വർധനവിന് വേണ്ടിയിട്ട് ഈശോയുടെ തിരുശരീര രക്തങ്ങളായിട്ട് നമ്മുടെ നഗ്നനേത്രങ്ങൾ കണ്ട് കാണുവാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ കരുണ തന്നെയാണ്. ആ കരുണയും കാണുവാനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ജീവിത കാലയളവിൽ നമ്മളുടെ ഭാരതത്തിലും ഈ കൊച്ചു കേരളത്തിലുമൊക്കെ അംഗീകരിക്കപ്പെടുവാനുമായിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.